കഴിഞ്ഞ ദിവസം അസുഖത്തിൻ്റെ ലക്ഷണം കണ്ട 2 എണ്ണത്തിനെ പിടിച്ചിട്ട് അതിൽ അതെടുത്ത് ഞാൻ മാറ്റുകയൊക്കെ ചെയ്തായിരുന്നു. അത് ശരിക്കും തൂങ്ങി നല്ലപോലെ ഇങ്ങനെ ചിറകൊക്കെ താഴ്ന്നു വന്നതാണ്. അത് രണ്ടും രക്ഷപ്പെട്ടാൻ തോന്നുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നും കാണുന്നില്ല. അതിന് സ്കിന്നിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുഖത്തേ അത് വരത്തുള്ളൂ. രോമം ഇല്ലാത്ത സ്ഥലത്തേ അത് വരത്തുള്ളൂ. മുഖത്തൊക്കെ ഇങ്ങനെ ചെവിയുടെ അവിടെ, ചുണ്ടിൻ്റെ അവിടെയൊക്കെ. അപ്പോൾ അത് നോക്കിയിട്ട് ക്ഷീണം കാണുമ്പോഴേ അതെ പിടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ചെറിയൊരു പാട് പോലെ കാണും. അതെടുത്തങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. തുടക്കത്തിലെടുത്ത് മാറ്റണം. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വന്നപ്പോഴത്തേനും തന്നെ കുറേ എണ്ണം പോയി. കഴിക്ക് വായും പൊളിച്ച് വയ്ക്കാതെ പോകണ്ടേ? അപ്പുറത്ത് കയറത്തുള്ളൂ. ഇന്ന് വണ്ടി പോയി. എന്നാ ഇന്നലെ തന്നെ പോയി. അന്നേരം പിന്നെ അടയ്ക്കണം. ഇന്ന് അവിടെയാണ് നടക്കുന്നത്. അതെന്തിനാ? ഇന്നലെ അങ്ങനല്ലല്ലോ. ഇന്നലെ കൈ പിടിച്ചോണല്ലോ പോയത്. സുന്ദരി ടാറ്റ. ആന്നോ? ഓടി പോയി. ചുമ്മാ അവിടെ അലമ്പായിട്ടിരിക്കുകയല്ലേ. ആളൊഴിഞ്ഞ അരങ്ങൊഴിഞ്ഞ പൂരപ്പറമ്പ്. ഇതൊന്ന് വൃത്തിയാക്കണം ആദ്യം. 7:36 ബസ് ചെല്ലുമ്പോഴേ ബസ് വരും. ലൈറ്റ് ഓഫ് ചെയ്തില്ല. ചെല്ലുമ്പോഴേ ബസ് വരും. ഇവിടം വരെ എത്തി. നമ്മളിന്ന് ലേറ്റാ. ആണോ കറി എന്നാ? അതിന്റെ പേരെന്നാ? കടല അതോ ഗ്രീൻ പീസോ? ഇവിടെയോ? അതോ കിഴങ്ങ് കറിയോ? ഇവിടെ ഗ്രീൻ പീസ് കറി. അപ്പോ ഗ്രീൻ പീസ്. നീ എന്നാന്ന് പറഞ്ഞില്ലോ. ആരുടെ? ഞാനിനി നല്ല അടിയാൻ തരും കേട്ടോ. ഒരാഴ്ച കൊണ്ട് ഞാൻ പറയുന്ന പിള്ളേരുടെ പേര് മറന്നുപോയല്ലേ? മറക്കുന്നൊന്നുമല്ല, അറിയാം. അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. ഞാനും മറന്നുപോയി. ഞാൻ അവിടുന്ന് ഇവിടം വരെ നടന്നു വന്നാലേ. കണ്ടോ പിന്നെ ഒന്നോ അറിയത്തില്ല. പോയേക്കാം. മതിയടി. തുണിയൊക്കെ തേക്കുന്നു പോകാൻ. നീ മറന്നുപോയില്ലേ? എന്നിട്ട് നീ പിന്നെ മെഡിക്കാന്ന് നിനക്ക് നേരത്തെ ഇതിലും നല്ല ഓർമ്മ ശക്തിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. നിനക്കിപ്പോ ഭയങ്കര മറവിയായിരുന്നല്ലോ. നിന്റെ മെമ്മറി കാർഡ് നിറഞ്ഞോ? അതുകൊണ്ടാണോ? ഉപ്പുമാവും പയവും
അതല്ല ഞാൻ ചോദിക്കുന്നത്. നിനക്കിപ്പോൾ നീ പണ്ട് ഒരു 5 വർഷമൊക്കെ ഒരാളുടെ പേര് ഓർത്തിരിക്കുമായിരുന്നു. ഇപ്പം നിനക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നില്ലല്ലോ. നിൻ്റെ മെമ്മറി ഫുള്ളായോന്ന് ഞാൻ ചോദിക്കുന്നത്. അതോ നിൻ്റെ നമ്പറാണോ? പോടി സത്യം മതിയോ? ആ മതി. പട്ടി വരയ്ക്കുന്ന കേട്ടോ. അത് പട്ടിയാ. ആ പറമ്പിലാണ് അത് പോയ പട്ടികളുണ്ട് കേട്ടോ. ആ അവന്മാര് തമ്മിലടിയാ. അതാ ഇവിടെയും മുട്ട. നമ്മുടെ സിംബയുടെ കൂടെ ഉണ്ടായിരുന്ന ഇവിടെയും മുട്ട. ഇവിടെയും മുട്ട. അപ്പേ ഇവിടെയും മുട്ട. മതിയോ? ആ മതി. ഫസ്റ്റ് ചോറ്. ആർക്ക്? പിന്നെ ഉപ്പുമാവ്. എന്താ ഗോതമ്പ് പുട്ടും വരവും. വണ്ടി വന്ന് കിടക്കുന്നു കേട്ടോ. അയ്യോ നീ അവിടെ വർത്താനം പറഞ്ഞുകൊണ്ട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ വണ്ടി വരുമെന്ന്. അയ്യോ അപ്പേ പിന്നെ പിന്നെ അല്ലാതെ ഒരു 42 ആയതേ ഉള്ളൂ. 40 ആയപ്പോൾ വണ്ടി വന്നതാണ്. അതാണ് 45 ക്യാമറ. പിന്നെ ഫാമിൽ വരുന്നുണ്ട്. ഫാമിൽ വരും താമസിക്കും. അത് കൊള്ളത്തില്ല. കൈതയുടെ ഒക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. ഇന്ന് 300 ഇട്ടു. അറിയിപ്പ് വിജയമാണ് മലായി. വിജയം പറയുമ്പോഴേ ഉള്ളൂ. അത് വാങ്ങി രാജൻ ചേട്ടൻ രാവിലെ തയ്ക്കാൻ പോവാം. കാഞ്ഞിരപ്പള്ളിയിലാണ് ജോലി. സ്വന്തമായിട്ടൊരു കടയുണ്ട്. ചുമ്മാ ചുമ്മാ എന്നാണ്ട് ക്യാമറയാണത്. ഇത്ര കുഞ്ഞത് മറ്റേന്തി മറ്റേണ്ട് അവിടെ വീട്ടിലിരിക്കുന്നത്. എന്നാണ്ട് പിന്നെ രാവിലെ രാവിലെ അവളെ വിട്ടിട്ട് കൊച്ചിനെ വിടേണ്ട കാര്യമുണ്ട്. ഇന്ന് ശനിയാഴ്ച ഉണ്ട്. ഇന്ന് വെള്ളി. ഇന്ന് വെള്ളിയാണല്ലോ. വെളിവെല്ലാം പോയല്ലേ? പോയി വെള്ളിയാഴ്ചയും പോയി. എന്നാ വാർത്ത അടിയിലോ നടക്കുന്നുണ്ടോ? ഇല്ല. ജയച്ചാച്ചി പറഞ്ഞു തേനി വരുന്നില്ലേ ഇപ്പോൾ? ഉണ്ട്. കഴിഞ്ഞ ആഴ്ച കണ്ടില്ലേ നിങ്ങള്? ഇല്ല കണ്ടില്ല. എന്ത് ശ്യാമള കുഞ്ഞമ്മ? ശ്യാമള കുഞ്ഞമ്മ വീട്ടിൽ പോയി. എവിടെ? ജയച്ചാച്ചൻ്റെ അടുത്ത് പോയപ്പോ വേണ്ട വേണ്ട. ഞാനിപ്പോൾ ഇന്നലെ കുഞ്ഞാന്ന് വന്നിട്ടുണ്ട്. ഞാൻ തനി കാണുന്നുണ്ട് ആ സമയത്തൊക്കെ. ഞാൻ കാപ്പുടി കഴിഞ്ഞു. എന്തി അവിടെ ഫോട്ടോ കയറിയോ? ആ പകർത്തിട്ടുണ്ട്. അവളും കൊടുത്തോ? ആ ശരി. ഇങ്ങനെ രാവിലെ ഒരുങ്ങിയൊക്കെ നിൽക്കുന്നത്? പോവാണോ ഇപ്പോഴോ? നീ എന്നാ വരുന്നത്? തിങ്കളാഴ്ചയോ? ഇന്നലെ കരഞ്ഞേ ഉണ്ടാകാൻ വേണ്ടിയോ? ആരുടെ ആണോ?
പോകാൻ നിൽക്കുകയാണോ അങ്ങോട്ട്? അരുണിന്റെ കാവടി ആ ചെറുക്കടവ്. ആ എന്നാലേ ആ കാണാനില്ല. ശാംഭവിയെ വിളിക്കാൻ പോകാൻ സമയമായി. കുറേ ദിവസമായിട്ട് എഡിറ്റിങ്ങും പരിപാടിയെല്ലാം കുറേ കൂടുതൽ കിടക്കുമായിരുന്നു. 2 വീഡിയോ വെച്ചൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ ദിവസം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം പക്ഷേ വലിയ കാര്യമൊന്നുമില്ല, ആരും കാണുന്നൊന്നുമില്ല വലിയ കാര്യമായിട്ട്. നേരത്തെ അത്രയും പോലും ഇല്ല, തീരെ കുറഞ്ഞു. എന്നാലും വീഡിയോ ഇടുന്നത് അങ്ങനെ തന്നെ തുടരുന്നു. എന്താവോ എന്തോ. അണയാൻ പോകുന്ന തീ ആളിക്കത്തും എന്ന് പറയുന്ന പോലുള്ള സംഭവമാണോന്നറിയില്ല. കുറേ വീഡിയോ ഈ പ്രാവശ്യം ഈ 2 വീഡിയോ വെച്ചൊക്കെ ഉണ്ടായിരുന്നു കുറേ ദിവസം. ബസ് വന്നെന്ന് 5:30 പോലും ആയില്ല. 5:30 മുമ്പ് ഇന്നേ വരെ ബസ് വന്നിട്ടില്ല. ഇനി വന്നാൽ തന്നെ അവർ നേരത്തെ വിളിക്കും, നേരത്തെ വരുമെന്നും പറഞ്ഞു. ഏകദേശം സാധാരണ വരുന്ന സമയം കൂട്ടിയാൽ പോലും 10 മിനിറ്റ് നേരത്തെയാണ്. അപ്പോൾ അവർക്കൊന്നും വിളിച്ചു പറയത്തില്ല. മിനിറ്റ് നേരത്തെ ആണല്ലോ. പക്ഷെ ഇത്ര നേരത്തെ ഇതുവരെ വന്നിട്ടില്ല. അല്ലെങ്കിൽ വിളിക്കുന്ന ഒത്തിരി നേരത്തെ ആണല്ലേ. ഇച്ചിരി മുമ്പ് വിളിച്ചു പറയാം, ഇച്ചിരി നേരത്തെ ആയിരിക്കും. ഞാൻ ഇറങ്ങി വന്നോണ്ടിരിക്കുവായിരുന്നു. ഓ ഒന്നുമില്ല. ബായി തോള കേട്ടോ. എനിക്ക് അവര് പോയി, അവര് ചെറുക്കട പോയി. മനോഹരനൊക്കെ ജയന്തയും എല്ലാവരും. എല്ലാരും പോയെന്ന്. ചെറുക്കടവ് മാമിയുടെ വീട്ടിൽ. മാമിയുടെ വീടില്ലേ അരുണൊക്കെ ഉള്ളേ. ആഹാ, മാമിയുടെ അച്ഛനെ അറിയത്തില്ലേ? അത് വേറെ ആരും, അതായത് ആ അച്ഛൻ മാമിയുടെ. ആ അവിടെ എല്ലാം അങ്ങോട്ട് പോയി. ചെറുക്കടവ് എന്നാ നിനക്കറിയത്തില്ലേ? അയ്യേ അല്ല അല്ല, അടുത്തടുത്തൊക്കെ വരുന്നുണ്ട്. നീ പറയുന്ന പറയാം അങ്ങോട്ട് കയറിട്ട് പറയാം. ആമിയാണോ? ആ നിനക്ക് പേരറിയത്തില്ലെങ്കിൽ നീ എന്തിനാ കാർന്നേ? പേര് പറ. ആ എന്നാ പോവാം. അനു എന്നാ? ആ അറിയത്തില്ലേ? നിനക്കറിയത്തില്ലേ പേര്? ആരാ? ആ എന്നിട്ട് പിന്നെ നീ എന്തിനാ കാറിയ? ആ അത് തന്നെ. ആ ഇത് ഓർത്ത് കിട്ടിയില്ലെങ്കിൽ കാറി വെക്കും അപ്പോഴല്ലേ. അവരെല്ലാം പോയെന്ന്. അവിടെയാ? എവിടെ? ആ
മതിയോ? ആ മതി. സൂര്യനെ കണ്ടോ നീ ഇന്ന്? എന്തി ഇങ്ങോട്ട് നോക്ക്. ചന്ദ്രൻ ഇപ്പോഴല്ല, പകലാ. പുള്ളി പോയി. പുള്ളിക്ക് ഇപ്പം നേരമില്ലെന്ന് പറഞ്ഞു. 10 മണിയൊക്കെ നമുക്ക് കാണാം. എനിക്ക് ഇതൊന്ന് കാണട്ടെ. എന്നാ പൊക്കോ, ഞാൻ വന്നേക്കാം. അടിപൊളിയാ. അസ്തമിക്കാൻ പോവാ. നമ്മളാ സമയം കൊണ്ട് വിട്ടുപോയി. ഒരു ഫോട്ടോ എടുക്കാനുള്ള ടൈം കിട്ടത്തില്ല, അതിന് മുമ്പ് വിട്ടുപോകും. അമ്മ അവിടെ എന്തോ ഉണ്ടാക്കുവാ. നീ ഇപ്പം ഇറങ്ങി വരത്തില്ല. അടുക്കള. ആ ആരാണ് ഇന്ന് നേരത്തെ വന്നത്? 4:30 4:30 3:30 4 മണിയായപ്പോൾ. അത്ര നേരത്തെ വരുമ്പോൾ പറയണ്ടേ? 10 മിനിറ്റ് മുമ്പേയൊക്കെ. അത് ഒരു 30-40 ആകുമ്പോഴാണ് സാധാരണ വരുന്നത്. ഞാൻ വെള്ളിയാഴ്ച 40 ആകുമ്പോഴാണ് വരുന്നത്. ഉടുപ്പൊക്കെ ഊരിട്ട് വന്ന് ഉച്ച കാണാം കേട്ടോ. അത് മറ്റേ റൈസ്, മഞ്ഞ കളർ റൈസ് ഇല്ലേ? ഇത് പൂച്ച. ഓക്കെ ഗൂഗിൾ ലൈറ്റ് ഓൺ. ഉടുപ്പൊക്കെ മാറിയിട്ട് വാ. ആ പറഞ്ഞ ഉടുപ്പൊക്കെ മാറി കാര്യം കഴിയിട്ട് വാ. വണ്ടി കിട്ടി ഇല്ല, നടന്നാ വന്നേ. വരുന്നുണ്ടായിരുന്നേ. കുറച്ച് സാധനം മനസ്സിലാവും. ഈ മണി അടിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഈ സാധനം കൊണ്ടുപോയെന്നാണല്ലോ ഞാൻ വിചാരിക്കുന്നേ. മനസ്സിലായോ? ആ പിന്നെ അല്ലാതെ എപ്പോഴെപ്പോഴും ഞാൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ? ആ
നീ ശ്രദ്ധിക്കണം, പിന്നെ ആരും ശ്രദ്ധിക്കാനാ? നിനക്ക് വെളിവില്ലായിരുന്നു കാര്യം. നിനക്ക് അതിന്റെ മകളെ ഏൽപ്പിക്കാമല്ലോ ഇല്ലേ? ഇതാർക്കാ? സോപ്പല്ല അതൊക്കെ അത് വേറെ മരുന്നാ. മാറി വെക്കട്ടെ എടുത്ത് താഴെ. അവിടെ എഴുന്നേറ്റ് ഓടി അവിടുന്ന്. കഴിക്കാൻ മേടിക്കാൻ പോയതല്ലെന്ന് അറിയാമല്ലോ, പിന്നെ എന്തുവാ? കഴിക്കാനൊന്നും നല്ലതേ. നീ ആ സാധനം മേടിക്കണ്ടേ? RCMന്റെ സാധനം അത്. സാധനങ്ങൾ എണ്ണയ്ക്ക് ഓർഡറുണ്ട്, അതുണ്ട്, ഇതുണ്ട്. ഓക്കെ. നമുക്ക് കണിയാനാ ഞാൻ, അത് നിനക്കറിയാവോ? ഉണ്ടോ? അപ്പൊ നിന്നെ വീട്ടിൽ ഇങ്ങോട്ട് മേടിച്ചല്ലേ? ഇങ്ങോട്ട് അമ്മ മാറ്റി അല്ല വിളിച്ചായിരുന്നു? ഇല്ലല്ലോ. എണ്ണയായിരിക്കും തോന്നിയല്ലേ? എണ്ണ സുരേഷ് സാറിനും പിന്നെ വേറൊന്നും പറഞ്ഞില്ല. അത് രണ്ടും ഒരു പെയിൻ, അതും സുരേഷ് സാറിന്. അത് രണ്ടും വെച്ചേക്കാം. എനിക്കും ചുമയുണ്ട്. ചുമയുടെ മരുന്നല്ല, വേദനയുടെ മരുന്നാ.